അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ 24 ദിവസത്തെ ലീവ് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പ്രവാസി അയക്കുകയാണ് കേട്ടോ. അൽഹംദുലില്ലാ, പ്രാവശ്യം നാട്ടിലേക്ക് പോയിരുന്ന സമയത്ത് ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് പ്രാർത്ഥനകളും ഉള്ളിലുണ്ടായിരുന്നു. എല്ലാം വിചാരിച്ച പോലെ റാഹത്തായിട്ട് നടന്നിട്ടാണ് തിരിച്ചു പോകുന്നത്. നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരോടൊക്കെ പ്രത്യേകം നന്ദി പറയുകയാണ്. വല്ലാത്തൊരാഗ്രഹമായിരുന്നു കേട്ടോ ഈ പ്രസവത്തിൻ്റെ സമയത്ത് നാട്ടിലേക്ക് പോകണമെന്ന്. ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുന്നത്തെ 2 പ്രസവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിദും മിന്നൂസുള്ള സമയത്ത് ഞാൻ ഇവിടെ ഇരുന്നു. 1.5 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ മിന്നൂസിനെ കാണാൻ പോയത്. ഫിദമോളുള്ള സമയത്ത് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിൽക്കാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തേക്ക് കയറുന്ന സമയത്ത്, പ്രസവ റൂമിലേക്ക് കയറുന്ന സമയത്ത് ആ ഗോൾഡൊക്കെ ഊരി തരുമല്ലോ, അതൊക്കെ കൊണ്ടുപോയി വിറ്റിട്ട് ഹോസ്പിറ്റൽ ചെലവിനുള്ള പൈസക്ക് വണ്ടി പായണ തിരക്കിലായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം പ്രസവം എന്താണ്, ആ സമയത്ത് അനുഭവിക്കുന്ന ടെൻഷൻ എന്താണ്, ആ ഭാഗത്ത് ആ സമയത്ത് നമ്മൾ ഉണ്ടാകുമ്പോൾ വൈഫിന് പെണ്ണുങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഫീൽ എന്താണ്, ഒരു സമാധാനം എന്താണ്, അതൊക്കെ നേരിട്ട് അനുഭവിക്കണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അതാണെങ്കിൽ ഞാൻ പോണതിൻ്റെ മുന്നേ ഇവർ വിളിച്ചിട്ട് ഒരു ദിവസം വിളിച്ച് പറയുക, നല്ല വേദന ഉണ്ട്, ചിലപ്പോൾ അന്നേക്കാരം പ്രസവം വന്ന്. ഞാൻ ആകെ പേടിച്ചു. നമ്മൾ ഇത്രയും ദിവസം ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ട് കാത്തിരുന്നിട്ട് ആ സമയത്ത് എല്ലാവരും നമ്മൾ തന്നെ ഉണ്ടാവണമെന്നൊക്കെ കാത്തിരുന്നിട്ട് നമ്മൾ ചെല്ലുന്നതിന് മുന്നേ പ്രസവിച്ചാൽ, അപ്പോൾ ഞാൻ വിചാരിച്ചു പ്രസവിക്കുകയാണെങ്കിൽ പിന്നെ ഒരു 10 ദിവസമൊക്കെ 1 മാസമൊക്കെ കഴിഞ്ഞിട്ട് കുട്ടീനെ കാണാൻ മാത്രം പോയാൽ മതി എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ അൽഹംദുലില്ലാ എല്ലാം വിചാരിച്ച പോലെ ആയിട്ടോ. പെട്ടെന്നൊക്കെ ചടപിടാനായിരുന്നു. ഞാൻ ചെന്നൊരു 4-5 ദിവസം നോമ്പിന് സ്വീപ്പായില്ല. നോമ്പിന് ആശുപത്രിയിൽ പോയി നിൽക്കുക എന്ന് പറഞ്ഞാലൊരു ചടപ്പാണ്. അതിന് പറ്റിയില്ല. പെരുന്നാൾ എല്ലാവരുടെയും കൊളാക്കിയിട്ടായില്ല. പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു ദിവസമാണ്. രാവിലെ ചെറുതായിട്ടൊരു വേദന വന്നു. അപ്പോഴും ഇപ്പോൾ പറയണില്ല, പോകണം എന്നൊന്നും പറയണില്ല, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയായിരുന്നു. പിന്നെ ഉമ്മ പറഞ്ഞു പോവുക എന്ന് പറഞ്ഞിട്ട് അമ്മ നിർബന്ധിച്ച് പറഞ്ഞു കേട്ടോ. അമ്മയും പോകുന്നു, എല്ലാവരും പോകുന്നു. ഞങ്ങളൊക്കെ റെഡി ആയിട്ടിരുന്നു. പെട്ടിയും കട്ടയും കടക്കൊക്കെ എടുത്തിട്ട് ഞങ്ങളെല്ലാവരും പാടെ പോയി. പക്ഷേ പോയ സമയത്ത് നമ്മൾ ഫിദുവിനെ കൊണ്ടുപോയിരുന്നില്ല, മിന്നൂസിനെ മാത്രമേ കൊണ്ടുവരുന്നുള്ളൂ. ഞാനും ഉമ്മയും മിന്നും ഓളുടെ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ പോയത്. പക്ഷേ പ്രസവമാകും തോന്നിയപ്പോൾ ഞാൻ ഒരു വണ്ടി വിട്ടിട്ട് വെളുപ്പം ഫിദമോളിയും വിളിപ്പിച്ച് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ആ സമയത്ത് എല്ലാവരും ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ചെന്ന് ഒരു 3 മണിക്കൂർ കഴിഞ്ഞ് 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ പ്രസവം കഴിഞ്ഞു. അൽഹംദുലില്ലാ എല്ലാം അടിപൊളി. അല്ലെങ്കിൽ അധികം കൂടുതൽ നമ്മളെ ഹോസ്പിറ്റലിൽ നിർത്തിക്കുകയും ചെയ്തില്ല. പിറ്റേ ദിവസം നമ്മൾ ഡിസ്ചാർജ് ആവുകയും ചെയ്തു. എല്ലാം പെട്ടെന്നായിരുന്നു, വളരെ പെട്ടെന്നായിരുന്നു. നമ്മൾ വിചാരിച്ചത് നമ്മുടെ ഉള്ളിലൊക്കെ എന്തായിരുന്നു, നമ്മളിന്ന് പോണ സമയത്ത് ഡ്രസ്സുകളൊക്കെ അല്ലെങ്കിൽ ടർക്കി അല്ലെങ്കിൽ കുട്ടിക്ക് ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ മേടിക്കുന്ന സമയത്തൊക്കെ വീട്ടിലേക്ക് വിളിച്ച് ചോദിച്ച അഭിപ്രായം ചോദിക്കുമ്പോൾ പെൺകുട്ടിക്കുള്ളത് എന്നുള്ളൊരു അഭിപ്രായം അവിടെ നിന്ന് വന്നിരുന്നില്ല. അതായത് അത്രയും ഉള്ളതുകൊണ്ട് ഒരു ആൺകുട്ടി തന്നെ ആയാൽ മതി എന്ന് ആഗ്രഹിക്കൊണ്ടേ കാര്യം എപ്പോഴും ആണുങ്ങൾക്കുള്ള കളറും ആൺകുട്ടികൾക്കുള്ളതും മാത്രമാണ് സെലക്ട് ചെയ്തിട്ടുണ്ടാകുന്നുള്ളൂ. അപ്പോൾ എന്തായാലും അതേപോലെ എല്ലാം റാഹത്തായിട്ട് നടന്നു. നമ്മൾ വീണ്ടും തിരിച്ച് പ്രവാസിയായി. പിന്നെ പ്രാവശ്യത്തെ നാട്ടിലേക്ക് പോക്കിൽ പറയേണ്ട ഒരു കാര്യം എന്താ ചോദിച്ചാൽ, കുറച്ച് പ്രത്യേക 24 ദിവസമേ ഉള്ളൂ വെച്ചാൽ ഒരുപാട് പ്രത്യേക അനുഭവങ്ങളായിരുന്നു. കാര്യം എന്താ ചോദിച്ചാൽ, ആദ്യമായിട്ടാണ് കല്യാണം കഴിഞ്ഞിട്ട് നാട്ടിലുള്ള സമയത്ത് സൽമാനെ വൈഫിന് എത്ര അധികം ഫസ്റ്റ് ഫിദുവിൻ്റെ പ്രസവത്തിനുണ്ടായിരുന്നു. പക്ഷേ ഗൾഫിലൊക്കെ വന്നിട്ടുള്ളൊരു നമ്മൾ ലീവിന് പോകുമ്പോൾ ആദ്യമായിട്ടാണ് വൈഫില്ലാതെ വീട്ടിൽ നിൽക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ പെങ്ങൾ വീട്ടിൽ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയും ഇളയച്ചിയും ഇവരൊക്കെയാണ് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നത്. നമ്മുടെ നിച്ചുമ്മ ഉണ്ടായിരുന്നു, ബിച്ചുക്ക ഉണ്ടായിരുന്നു, സഫമോൾ ഉണ്ടായിരുന്നു, സഫു ഉണ്ടായിരുന്നു, സീനാൻ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും പാടുണ്ടായിരുന്ന ഒരു വെക്കേഷനായിരുന്നു. പിന്നെ പറയണ്ടല്ലോ, ഫിദമോളും മിന്നൂസും. ഞാൻ ചെന്നിട്ടുള്ള 24 ദിവസം ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു പുതിയ കുട്ടി ഉണ്ടായി. അപ്പോൾ ഓലിഞ്ഞ് ഉമ്മയുടെ കൂടിയിലാണല്ലോ ഓല് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓല് അവിടെയാണോ സ്ഥിരമായിട്ട് നിൽക്കുക എന്നൊക്കെ ഞാൻ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ചിരുന്നു. പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പുതിയ കുട്ടീനോടുള്ളൊരു ഇത്. പക്ഷേ അതൊക്കെ ഓല് തെറ്റിച്ചു. ഞാൻ തിരിച്ചു വരുന്ന വരെ ഞങ്ങൾ ഒരു നേരം പോലും മാറിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്രാവശ്യത്തെ വെക്കേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. 24 ദിവസത്തിൽ 24 ദിവസവും ഫിദമോളും മിന്നും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ചെന്നിട്ടുള്ള നോമ്പിൻ്റെ ഒരു 4 ദിവസം, അത് കഴിഞ്ഞിട്ട് പെരുന്നാൾക്ക് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ചെറിയ ടൂറുകൾ കാര്യങ്ങൾ പോകുമ്പോൾ അതങ്ങനെ. പിന്നെ ഹോസ്പിറ്റലിൽ പോക്ക് വരവ് കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുട്ടീനെ കാണാൻ പോക്ക് വരവ് അങ്ങനെ 2-3 ദിവസം. പിന്നെ ഹോസ്പിറ്റലിൻ്റെയൊക്കെ ഒരു ക്ഷീണവും അല്ലെങ്കിൽ ഒരു ബോറടിയൊക്കെ ഒന്നും മാറ്റാൻ വേണ്ടി ഞങ്ങളൊന്ന് വയനാട്ടിലേക്ക് പോയി. അപ്പോഴും ഫിദും മിന്നുമാണ് കൂടെ ഉണ്ടായിരുന്നത്. തിരിച്ചു വന്നിട്ടുള്ള ദിവസങ്ങളും പോകണ വരെ ഓലിപ്പോൾ ആകെ പെട്ടിക്കുകയാണ്.
വെക്കേഷൻ ടൈമാണ്. അങ്ങനെ മഴകുടിയിൽ ഇപ്പോൾ ഞാൻ പോകുന്നതിൻ്റെ ഞാൻ ഇവിടെ എത്തി. ഇവിടെ ഏകദേശം നമ്മുടെ പരിപാടികൾ കാര്യങ്ങളൊക്കെ തുടങ്ങി. പക്ഷേ ഫിദു മിന്നൂസ് ഇപ്പോഴും റെഡി ആയിട്ടില്ല. ഞാൻ പോകുന്നതിൻ്റെ ഒരു ടെൻഷനല്ല, ഒരു സങ്കടം. എന്താ വെച്ചാൽ ഒലുക്ക എടുക്കും ഇവിടേക്കൊക്കെ പോകണമെങ്കിൽ ഞാൻ തന്നെ വേണം. ഇപ്പോൾ അടഞ്ഞു കൂടിയൊരു വീടിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാ ഒരു 5-6 മാസം കൂടി കഴിഞ്ഞിട്ടൊക്കെ പോകണം. നമുക്ക് ചിക്കൻ്റെ ചിക്ക് കട്ട് ചെയ്യാനുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻഷാ അല്ലാ. എന്തായാലും എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയാനുണ്ട്. ഒരുപാട് ആൾക്കാർ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ വലിയ കമൻറ്റുകളൊക്കെ അല്ലെങ്കിൽ പേഴ്സണലൊക്കെ മെസ്സേജ് അയച്ചിട്ടൊക്കെ പറയലുണ്ട്, അടുത്തത് ഇനി ഒരു ആൺകുട്ടി ആകട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അത് ഞാനെപ്പോഴും വീട്ടിലേക്കൊക്കെ വിളിക്കുമ്പോൾ പറയുന്ന കാര്യമാണ്, അതെന്നെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കണ്ട, ഒരു ഇൻ കേസ് ആയിട്ടില്ലെങ്കിൽ ഉള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാലും നമ്മുടെയൊക്കെ ഉള്ളിലുണ്ടായിരുന്നു. സംസാരത്തിലൊക്കെ അങ്ങനെ തന്നെയാണ് ഏറ്റവും കൂടുതൽ 99% അങ്ങനെ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മോനക്ക് പേരിട്ടത് മുഹമ്മദ് സ്വാലിഹ് എന്നാണ്. പേരിടൽ നമ്മൾ ഒഫീഷ്യലായിട്ട് പിന്നെ ഇട്ടു. പക്ഷേ പ്രസവിച്ച സമയത്ത് തന്നെ മോനക്ക് പേരിട്ടിട്ടുണ്ടായിരുന്നു. പ്രസവിച്ച സമയത്ത് തന്നെ ഡോക്ടർ ആൺകുട്ടിയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ സൽമ അപ്പോൾ തന്നെ പറഞ്ഞു എൻ്റെ പേര് മുഹമ്മദ് സ്വാലിഹ് എന്നാണ്. അത് കഴിഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് വന്നിരുന്നു. ഫിദമോളെയും മിന്നുവിനെയും അതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി സൽമാനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയേണ്ട കാര്യം ചോദിച്ചാൽ, അന്ന് ഒരുപാട് ആൾക്കാർ അവിടെ പുറത്ത് പ്രസവ വാർഡിൽ നിൽക്കുമ്പോഴൊക്കെ ഓലൊക്കെ വേണ്ടപ്പെട്ടവരൊക്കെ ഉള്ളിലുണ്ട്, ഓലൊക്കെ പ്രസവിച്ചോന്ന് അറിയാനാണ് നിന്നിരുന്നത്. പക്ഷേ ഓലിക്കൊക്കെ ഏറ്റവും കൂടുതൽ അറിയേണ്ടത് എൻ്റെ കെട്ടിയോൾ പ്രസവിച്ചോ, എന്ത് കുട്ടിയാന്നുള്ളതാണ്. ഹോസ്പിറ്റലിലത്തെ ആ ഭാഗത്ത് ആ സമയത്ത് ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ വന്നിട്ട് പ്രസവിച്ചോ, എന്ത് കുട്ടിയാണ് പ്രസവിച്ചോ, ഓലോ വേണ്ടപ്പെട്ടവരൊക്കെ ഉള്ളിലുണ്ട്. അതിനേക്കാൾ കൂടുതൽ ഒരു ബന്ധം നമുക്ക് തന്നിരുന്നു. അതേമാതിരി ഹോസ്പിറ്റലിലൊക്കെ അങ്ങനെ തന്നെ കേട്ടോ. നമ്മുടെ കുട്ടിനെ കാണാനും നമ്മുടെ കുട്ടിയുടെ കാര്യങ്ങൾ വിവരങ്ങൾ അറിയാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട്. പുറത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള സമയത്തൊക്കെ കിട്ടുന്ന ഒരു സ്നേഹം ഉണ്ടല്ലോ, ആൾക്കാരുടെ നിന്ന് കിട്ടുന്നൊരു സ്നേഹം, അത് അനുഭവിച്ചറിയുമ്പോൾ പ്രത്യേകിച്ച് പ്രാവശ്യം ഹോസ്പിറ്റലിൽ നിന്ന് നല്ലോണം അറിഞ്ഞു കേട്ടോ. നല്ലോണം ഓരോരുത്തരും നമ്മൾക്ക് തരുന്ന സ്നേഹമാണോ ഇനി ഒരു പെരയത്തെ ആൾക്കാരന്മാരി കണ്ടിട്ടുള്ള സംഭവമാണോ ഒക്കെ എന്തായാലും അൽഹംദുലില്ലാ. അപ്പോൾ കണ്ടിന്യൂ ആയിട്ട് ഇനിയുള്ള ഓരോ സംഭവങ്ങൾ. പിന്നെ കുറേ ആൾക്കാർ ഞാൻ ഇവിടെ എത്തിയത് അറിയാഞ്ഞിട്ടാണോ എന്താണെന്നറിയില്ല, കുട്ടിയുടെ വർത്താനം എന്താണ് അല്ലെങ്കിൽ തിരിച്ചു പോകുന്നതെന്നൊക്കെ ചോദിക്കലുണ്ട്. കുട്ടിയുടെ വർത്താനം എന്താണെന്നൊക്കെ കമൻറ്റ് കാണുമ്പോൾ ഇക്കന്നെ സങ്കടമാണ്. കാര്യം എന്താ വെച്ചാൽ ഞാനും കുട്ടിയുടെ വർത്താനം ഇപ്പോൾ ഫോണിൽ വിളിച്ചിട്ടും മെസ്സേജ് അയച്ചിട്ടും അങ്ങനെയാണ് ഞാനും നിങ്ങളുടെ പോലെ തന്നെയാണ് ശരിക്കും ഇപ്പോൾ ഞാനും അറിയണത്. പിന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ കുട്ടീനെ കാണിച്ചില്ല, ഞങ്ങൾക്ക് കുട്ടീനെ കാണണം എന്നൊക്കെ പറഞ്ഞു. ഇതുവരെ കാണിച്ചിട്ടില്ല. എന്തായാലും കാണിക്കാം നമുക്ക്. ഇപ്പോൾ ചെറിയ കുട്ടിയല്ലേ, നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് ഇപ്പം തന്നെ ഇങ്ങനെ കൊടുന്ന് ഇതാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും ഇനിയും ദുആ ചെയ്യുക. നമുക്ക് പുതിയ ഒരുപാട് കാര്യങ്ങളും എപ്പിസോഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും വീഡിയോ ചെയ്യാം. അതിപ്പോൾ പറഞ്ഞാൽ എന്താ ചോദിച്ചാൽ അങ്ങോട്ട് എത്തിയത് കുറേ ആൾക്കാർക്ക് അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു വീഡിയോ ആണ്. എന്തായാലും വീഡിയോ കാര്യങ്ങളൊക്കെ ഇനി ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. അപ്പോൾ പുതിയ വീഡിയോക്ക് വേണ്ടിയിട്ട്